മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ വെള്ളിത്തിരയിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന തുടക്കം എന്ന സിനിമയിലാണ് വിസ്മയ അച്ഛന്റെ പാതയിലേക്ക് ഇറങ്ങുന്നത്. ആന്റണി പെരുമ്പാവൂരിന്റെ മകനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലുണ്ട്. ബീന റാണി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ബീന, പറയൂ. രോഹിണി, ചലച്ചിത്ര താരങ്ങളുടെ മക്കൾ സിനിമയിലേക്ക് എത്തുന്നത് അപൂർവമായ കാര്യമൊന്നുമല്ല എങ്കിൽ പോലും നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ സിനിമയിലേക്ക് എത്തുന്നത് ഒരു വിസ്മയമായി തന്നെയാണ് കണക്കാക്കുന്നത്. കാരണം ഒരിക്കലും സിനിമയോടൊരു ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ സിനിമയിലേക്ക് എത്തുമെന്ന് സിനിമ ആസ്വാദകർ കരുതിയിട്ടുള്ളതുമായ ഒരാളല്ല വിസ്മയ. അതുകൊണ്ട് തന്നെ ഇത് വലിയ വാർത്താ പ്രാധാന്യത്തോടെയാണ് ഇപ്പോൾ കാണുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ തന്നെയാണ് വിസ്മയ ആദ്യ ചിത്രത്തിലേക്ക് എത്തുന്നതെന്ന് ഒരു പ്രത്യേകതയാണ്. ആശീർവാദ് സിനിമാസിന്റെ 37ാമത്തെ ചിത്രമാണിത്. ഈ വിസ്മയ മോഹൻലാലിന്റെ സിനിമാ പ്രവേശം സമൂഹ മാധ്യമത്തിലൂടെ ഒരു ടൈറ്റിൽ പോസ്റ്റർ പങ്കുവെക്കുന്നതിലൂടെ നടൻ മോഹൻലാൽ തന്നെയാണ് അറിയിച്ചത് എന്നുള്ളതും ഒരു വസ്തുതയാണ്. തന്റെ മകൾക്ക് നിന്റെ തുടക്കം സിനിമയോടുള്ള ആജീവനാന്ത പ്രണയത്തിന്റെ ആദ്യപടിയാകട്ടെ എന്ന് മോഹൻലാൽ കുറിക്കുകയായിരുന്നു. തുടർന്നാണ് ഈ സിനിമയുടെ സംവിധായകനായ ജൂഡ് ആന്റണി ഫേസ്ബുക്കിൽ ഇത്തരത്തിൽ ഇതൊരു നിയോഗമായാണ് താൻ കാണുന്നത് എന്ന് കുറിക്കുകയുണ്ടായത്. കൂടുതൽ അവകാശവാദങ്ങളൊന്നുമില്ല, ഒരു ചെറിയ സിനിമയായിരിക്കും ഇത്, എന്നാൽ വളരെ ഒരു നല്ല തുടക്കമാകട്ടെ, ഇല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂർ ജൂഡ് ബന്ധത്തിന് ഒരു തുടക്കമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്നും സംവിധായകൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രേക്ഷകർ ഈ സിനിമയ്ക്കൊപ്പം നിൽക്കും എന്നൊരു പ്രതീക്ഷയും സംവിധായകൻ പങ്കുവയ്ക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് 2018 എന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത ശേഷം ചെയ്യുന്ന ഒരു സിനിമയാണെന്ന ഒരു പ്രത്യേകതയും ഇതിനുണ്ട്. എന്തായാലും ആന്റണി പെരുമ്പാവൂരിന്റെ മകനും ഈ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. പ്രണവ് മോഹൻലാലിന് പിന്നാലെയാണ് ഇപ്പോൾ വിസ്മയ മോഹൻലാൽ സിനിമയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ അടുത്ത തലമുറയിൽ സിനിമയിൽ സജീവമായി ഉണ്ടാകും എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. വിസ്മയ മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞാൽ നേരത്തെയും ഇത്തരത്തിൽ മറ്റൊരു രീതിയിൽ പ്രശസ്തയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എഴുത്തുകാരി എന്ന നിലയിൽ നേരത്തെയും വിസ്മയ സോഷ്യൽ മീഡിയയിൽ അടക്കം സ്ഥാനം പിടിച്ചിരുന്നു. 2021 ഒരു പുസ്തകം ഗ്രെയിൻസ് ഓഫ് ചാഡറ്റ് എന്നൊരു കവിതാ സമാഹാരം വിസ്മയ മോഹൻലാൽ പുറത്തിറക്കിയിരുന്നു. നക്ഷത്ര ധൂളികൾ എന്ന പേരിൽ ഇത് മലയാളത്തിലേക്ക് മൊഴിമാറ്റവും ചെയ്തിരുന്നു. തായ്ലൻഡിലാണ് വിസ്മയ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയത്. ആയോധന കലകളിൽ അഗ്രഗണ്യായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പല വീഡിയോകളും വിസ്മയ മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചലച്ചിത്ര ആസ്വാദകരെ സംബന്ധിച്ചിടത്തോളം നടൻ മോഹൻലാലിന്റെ പുത്രി വിസ്മയ മോഹൻലാൽ എന്ന ഒരു അപരിചിതയായ വ്യക്തിയായിരുന്നില്ല. എന്നാൽ സിനിമയിലേക്ക് എത്തുന്നത് വലിയൊരു സർപ്രൈസ് ആയി തന്നെയാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും തുടക്കം എന്ന സിനിമയാണ്, അടുത്തു തന്നെ അതിന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നും അറിയുന്നുണ്ട്. ശരി, ബീന റാണിയാണ് വിവരങ്ങൾ നൽകിയത്.